പാലക്കാട് ആലത്തൂരിൽ യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തോണിപ്പാടം വാവുപള്ളിയാപുരം സ്വദേശി പ്രദീപിന്റെ ഭാര്യ നേഖയാണ് മരിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും അസ്വാഭാവികത തോന്നിയതിനാൽ ആശുപത്രി അധികൃതർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരനാണ് ചേരുന്നത് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഭർത്താവിനെ ചോദ്യം ചെയ്യുന്നുണ്ട് പോലീസ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംശയം തോന്നാൻ കാരണം? മരണകാരണം എന്താണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ഇതുവരെ ഇൻക്വസ്റ്റ് നടപടികൾ മാത്രമേ പൂർത്തിയായിട്ടുള്ളൂ. പക്ഷേ അതിൽ കാര്യമായ രീതിയിലുള്ള ചെറിയ വീണിട്ടുള്ള ചില പാടുകൾ മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ എന്നാണ് ആലത്തൂർ പോലീസ് നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. ആശുപത്രിയിലേക്ക് വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ആശുപത്രിയിലേക്ക് എത്തിച്ചു, മരണം സ്ഥിരീകരിച്ചു എന്ന് ഉറപ്പായതോടുകൂടി ഈ ഭർത്താവും അതുപോലെ തന്നെ ചില ബന്ധുക്കളും അവിടെ നിന്ന് മുങ്ങാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അങ്ങനെ സെക്യൂരിറ്റി അടക്കമുള്ള ആളുകൾ, ആശുപത്രിയിലെ സെക്യൂരിറ്റി അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തെ തടഞ്ഞു വെക്കുകയായിരുന്നു. എന്തായാലും ഈ ഭർത്താവിനെ പിന്നീട് പോലീസിൽ ഏൽപ്പിച്ചു. ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് ആലത്തൂർ പോലീസ് അറിയിക്കുന്നത്. നേഖ എന്ന 24-കാരിയാണ് മരിച്ചത്. തോണിപ്പാടം സ്വദേശി ഒരു റിട്ടയർഡ് സൈനികന്റെ മകളാണ് നേഖ. ബന്ധുക്കൾ എന്തായാലും പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. കാര്യമായ രീതിയിൽ ഉപദ്രവിക്കാറുണ്ട് ഭർത്താവ് എന്ന തരത്തിലാണ് ഈ ഒരു പരാതി എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഭർത്താവിനെ ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. മൃതദേഹം ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു സ്ഥിരീകരണം നൽകാനാകൂ എന്നാണ് ആലത്തൂർ പോലീസ് ഇപ്പോൾ പറയുന്നത്. നേഖയ്ക്ക് ഒരു മകളുമുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ഭർത്താവ് ഒരു ലുലു മാളിലെ ഒരു ജീവനക്കാരനാണ്, ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. ഇയാൾ നാട്ടിൽ സ്ഥിരമായി വന്നു പോകുന്നു അല്ലെങ്കിൽ നിൽക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും പ്രദീപ് എന്ന ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ നടപടിക്രമങ്ങൾ ഏതെങ്കിലും തരത്തിൽ മറ്റ് അസ്വാഭാവികതകളുണ്ടോ എന്ന് പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കാമെന്നാണ് ആലത്തൂർ പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്.